ഗൈസ്, നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ഷാജഹാൻ നിഷാൻ കോൺട്രവേഴ്സി. പക്ഷേ അത് തുടങ്ങുന്ന മുമ്പ് വെൽക്കം ടു പ്രൈം ലോഡ് ന്യൂസ് ചാനലാണ്. ഒരു സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തിരിക്കണേ. നമുക്ക് തുടങ്ങാം. സോ ഇവർ ഈ വീഡിയോ ഫേക്ക് ആണെന്ന് മിക്കവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും. അങ്ങനെ അത് കാരണം കുറേ കോൺട്രവേഴ്സി ഉണ്ടായി. കുറേ പേര് റിയാക്ട് ചെയ്തു. സീക്രട്ട് ഏജന്റ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വരും. നാട്ടുകാരെ പറ്റിച്ചതിന് എന്തെങ്കിലും ഒരു സത്യസന്ധമായിട്ട് കുറേ പേര് അവർ റീലും ഇറക്കി. അതിപ്പോൾ ഭയങ്കര എന്താ പറയാ, വൈറലാണ് ഗൈസ്. നമസ്കാരം ചങ്ങളെ. ഈ ചക്കര വണ്ടി അടിച്ച് പൊട്ടിച്ചാൽ നമുക്ക് കിട്ടിയിരുന്നു. ഓന്റെ വീടിന്റെ അവസ്ഥ ഓന്റെ രണ്ടാമത്തെ താപ കിടപ്പിലാണ്, ഒന്നാം താപ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു നമുക്ക് അവനെ റിവീൽ ചെയ്യണം. നിങ്ങൾക്കില്ല മക്കളെ. ഇതൊക്കെ പുറത്തു വന്നിട്ടും അവരാരും എക്സ്പ്ലനേഷൻ വീഡിയോ ആദ്യം ഇട്ടില്ലായിരുന്നു. അങ്ങനെ അതും പറഞ്ഞ് സീക്രട്ട് ഏജൻറ്റ് പിന്നെയും രണ്ടാമതൊരു വീഡിയോ ഇട്ടായിരുന്നു. അത് പുള്ളി കൂടുതലും പറഞ്ഞ് ഇത് തന്നെയായിരുന്നു ആദ്യം. ഇവരെന്തിനാ എക്സ്പ്ലനേഷൻ ഒന്നും തരാത്തതെന്ന്, ഫേക്ക് ആവും റിയൽ ആവും. പക്ഷെ അവർ ഇട്ടില്ലായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞത് ഇവർ രണ്ടുപേരെ സൈഡിൽ നിന്നും അപ്പോളജീസ് ആയിട്ടുള്ള റീൽസ് വന്നായിരുന്നു. എന്റെ രൂപത്തിൽ ചെയ്തൊരു വിഷയമാണ് ഇതിപ്പോൾ. ഈ ഒരു സംഭവം ഇത്രത്തോളം വിഷയമാവും അല്ലെങ്കിൽ ഇത്രത്തോളം പ്രോബ്ലത്തിൽ പോകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരും മാപ്പ് ചോദിക്കണം. അതിലിപ്പം ഷാജഹാൻ ആ പുള്ളീൻ്റെ സൈഡിലുള്ള കാര്യങ്ങൾ പറഞ്ഞു, നിഷാൻ പുള്ളീൻ്റെ സൈഡിൽ ചെയ്യുന്നു. ഇത്രയും ലേറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടല്ല, ഞാൻ മനസ്സിലായിട്ട് അത്രയും തളർന്ന സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞാൻ എൻ്റെ സങ്കടങ്ങളോ അല്ലെങ്കിൽ വിഷമങ്ങളോ എടുത്ത് പറയാനോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാനോ എന്നതല്ല. പിന്നെ ഞാൻ ചെയ്ത തെറ്റി അതിനടുത്ത് ഞാൻ എത്ര സോറി പറഞ്ഞാലും അതിനൊരു പരിഹാരം എല്ലാം ഉള്ളതും എനിക്കറിയാം. ഇവർ രണ്ടുപേരും പറയുമ്പോഴും ഓരോ ആൾക്കാർ കുറ്റം പറയാണ്. പുള്ളി അങ്ങനെയാണ് ചെയ്തത്, പുള്ളി ഇങ്ങനെയാണ് ചെയ്തതെന്ന്. എന്തായാലും നിങ്ങളിത് കണ്ടിട്ട് പറയുക ആരുടെ ഭാഗത്താ ശരി, ഏവർ ചെയ്ത് ശരി തന്നെ ആണോ എന്ന്. അടുത്ത നിങ്ങൾക്ക് അറിയാമല്ലോ, നാളെ ഒക്ടോബർ 31 അത് വെച്ചാൽ ഹാലോവിൻ ഡേ. സോ നാളെ ഒരു സിനിമ ഇറങ്ങിയാണ് രാഹുൽ സദാശിവൻ്റെ. പുള്ളിക്കാരനാണ് ഈ ബ്രഹ്മയുഗവും ഭൂതകാലം സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്ത. ഇപ്പം പ്രണവ് മോഹൻലാലിലൂടെയാണ് അടുത്ത പടം ഇറങ്ങുന്നത്, ഡിസ്റ്ററീസ് എന്ന് പറഞ്ഞിട്ട്. അതപ്പം നല്ല പ്രതീക്ഷയാണ്. പിന്നെ ഒരു റൂമറും ഉണ്ട്, ഇതിൽ മോഹൻലാൽ കാണുമെന്ന്, മോഹൻലാലിൻ്റെ ക്യാമിയോയും കാണുമെന്ന്. എന്താ വെച്ചാൽ ഈ ഫിലിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും ഇപ്പോൾ ഡി പി ഒരു റെഡ് കളർ ബാക്ക്ഗ്രൗണ്ടാണ്. അങ്ങനെ ഫാൻസ് നോക്കിയാൽ മോഹൻലാലിൻ്റെ ഡി പി അതേ കളറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് പറയുന്നത് ചിലപ്പോൾ മോഹന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം മോഹൻലാലിനെ കാണും ഇതിൽ ക്യാമിയോയിട്ട്. ഒരു വോയിസ് ക്യാമിയോ ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന്. അതിന് ഗൈസ് നിങ്ങൾ പറയൂ, എന്തുവാ ഈ പടം നിങ്ങൾ പോയി കാണോ ഇല്ലേ, ഇനി എങ്ങനെ ആയിരിക്കും, ഇതൊക്കെ എന്തായാലും നമുക്ക് നാളെ അറിയാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. പിന്നെ അടുത്ത ന്യൂസായിട്ട് ഞാൻ പിന്നെയും വരാം. ബൈ.